ഹലോ, നമുക്ക് ദൈവസ്നേഹം എന്താണ് എന്ന് 1 കൊരിന്ത്യർ 13 നോക്കി പഠിക്കാം. വാക്യം 1 തൊട്ട് വാക്യം 3 വരെ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചൂടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. ഇവിടെ പൗലോസ് പറയുന്നത് സ്നേഹം ഇല്ലെങ്കിൽ നമ്മൾ എന്തായി മാറുന്നു. അപ്പോ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്ത് ഭാഷയിൽ നമ്മൾ സംസാരിച്ചാലും, എത്ര 5, 6, 10 ഭാഷകൾ നമുക്ക് അറിയാമെങ്കിലും, അല്ലേ, അല്ലെങ്കിൽ അന്യഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിലും നമ്മൾ വെറും മുഴങ്ങുന്ന ഒരു ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ മാത്രം, വെറും ഒരു ഉപകരണം മാത്രമാണ്. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ചുമ്മാ ഒരു സൗണ്ട് വരുന്നു, അത് ശരിക്കും ഒരു മ്യൂസിക് ആവണമെന്നില്ല, വെറുതെ ഒരു സൗണ്ട്, ജസ്റ്റ് നോയ്സ്, അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ അതിനെപ്പറ്റി? ഇല്ല. ഓക്കെ. രണ്ടാമത്തെ വാക്യം, എനിക്ക് പ്രവചന വരം ഉണ്ടായിട്ട്, അതായത് പ്രൊഫസി എന്നൊക്കെ പറയുന്നത് വലിയൊരു ഓഫീസാണ്. അപ്പോൾ നമുക്ക് എന്തുമാത്രം ഭാവി പ്രവചിക്കാനോ വരുന്ന എന്ത് വിപത്തുകളെ പറ്റി പറയാനോ ഒക്കെ കഴിവുണ്ടെങ്കിലും, എല്ലാ മർമ്മങ്ങളും എല്ലാ ജ്ഞാനവും ഉണ്ടെങ്കിലും, അതായത് വളരെ പല ഡിഗ്രികളുണ്ടെങ്കിലും ബൈബിളിനെ പറ്റിയുള്ള അഗാധ ജ്ഞാനം ഉണ്ടെങ്കിലും സ്നേഹം നമുക്കില്ല എങ്കിൽ നമ്മളൊന്നുമല്ല. അവസാനം പൗലോസ് പറയുന്നത് എനിക്കുള്ളതെല്ലാം, അതായത് നമ്മൾ ഭയങ്കര ദാനം ചെയ്യുന്ന ഒരാളാണെങ്കിൽ തന്നെയും നമുക്ക് സ്നേഹമില്ല എങ്കിൽ, അതായത് നമ്മുടെ ശരീരം പോലും മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ, സ്നേഹമില്ല എങ്കിൽ സ്റ്റിൽ ഐ എം നത്തിങ്, ഞാൻ ഒന്നും അല്ല, എന്നെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നത് ദൈവ സ്നേഹത്തിനെ പറ്റിയാണ്. അഗാപ്പെ, ഇല്ലേ? അഗാപ്പെ. അഗാപ്പെ എന്ന് പറയുമ്പോൾ നീമിക്ക് ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? അൺകണ്ടീഷണൽ ലവ്. അൺകണ്ടീഷണൽ ലവ്. There are no conditions. അതായത് യാതൊരു കണ്ടീഷൻസും യാതൊരു നിബന്ധനകളും ഒന്നും അറ്റാച്ച്ഡ് അല്ലാത്ത ഒരു സ്നേഹം. നമുക്കിതിനെപ്പറ്റി കൂടുതൽ അടുത്ത വീഡിയോ തൊട്ട് പഠിക്കാം. പക്ഷെ ദൈവസ്നേഹം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്നത് ആസ്പദമാക്കിയേ അല്ല, നമ്മുടെ ഒരു പ്രവൃത്തിയിലും ആസ്പദമാക്കിയല്ല ദൈവം നമ്മളോട് സ്നേഹിക്കുന്നത്. ആ സ്നേഹം നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കണം എന്നാണ് ഇവിടെ പൗലോസ് പഠിപ്പിക്കുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സത്യമാണ്. നമുക്കിത് കൂടുതൽ പഠിക്കാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. അൻറ്റിൽ നെക്സ്റ്റ് ടൈം, ബൈ.